ഹലോ, അസ്സലാമു അലൈക്കും. ഫെബ്രുവരി 14 ഇന്നായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിങ്. ഫങ്ഷൻ അല്ലേ, ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു. ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു. ഇന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഇളയ മോളുടെ ബർത്ത്ഡേ. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേയും ഞങ്ങൾ ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ചെറിയൊരു കേക്ക് കട്ടിങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ അവിടെ കൂടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ 4 മക്കളാണ്. മൂത്താൾ സൗദിയിൽ, രണ്ടാമത്തെ ആൾ ദുബായിൽ. അവർ ഫാമിലി സെറ്റിൽഡാണ്. മൂന്നാമത്താണ് എൻ്റെ ഹസ്ബൻഡ്. 4ാമത്തെ ഒരു അനിയനുണ്ട്, അവനും ഫാമിലിയോടെ ദുബായിൽ തന്നെ. പാലുകാച്ചിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഹസ്ബൻഡിൻ്റെ മൂത്ത ബ്രദറും ഫാമിലി ആ ടൈമിൽ അവിടെ ഇല്ലായിരുന്നു. അവർക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അങ്ങനെ അവർ പോയി. അങ്ങനെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇക്കാടെ പേരൻസ്, എൻ്റെ ഉമ്മച്ചി, ഉമ്മച്ചിയുടെ ഉമ്മ, അനീക്ക, അനീക്കയുടെ വൈഫ്, മക്കൾ, അനീക്കയുടെ വൈഫിൻ്റെ ഉമ്മയും വാപ്പായും എല്ലാം ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറേ നേരം നിൽക്കാൻ പറ്റിയില്ല, പള്ളിയിൽ പോകണ്ടേ. ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. വെളുപ്പിന് 2 മണിയായപ്പോഴാണ് ഞാനും ഇക്കായും ക്ലീനിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയത്. ക്ഷീണമായിരുന്നു. ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമല്ലേ വീടെന്ന സ്വപ്നം. ഞങ്ങളും ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. പടച്ച റബ്ബിന് സ്തുതി. അന്ന് തന്നെ ആയിരുന്നു അനീക്കായും ഷേനാത്തായും മക്കളും ഒക്കെ തിരിച്ച് ദുബായി പോകുന്ന ദിവസം. രാത്രി ആയപ്പോഴായിരുന്നു അവർ തിരിച്ച് ദുബായി പോയത്. ഇസിയെയും ഇൽഹാനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.